അടുത്ത ചോദ്യം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡുകൾ ലിബർ ഓഫീസ് റൈറ്ററിലെ മെയിൽ മെർജ് സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക. കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള students.ods എന്ന ഫയലിലും തിരിച്ചറിയൽ രേഖയുടെ മാതൃക ഇതേ ഫോൾഡറിലെ id-card.ott എന്ന ഫയലിലും നൽകിയിട്ടുണ്ട്. സൂചന: id-card OTT എന്ന ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറക്കുക. ഈ ഫയലിലേക്ക് students.ods എന്ന ഫയലിൽ നിന്നും കുട്ടിയുടെ പേരും പഠിക്കുന്ന ക്ലാസും ഡിവിഷനും പങ്കെടുക്കുന്ന ഇനവും മെയിൽ മെർജ് ഉപയോഗിച്ച് ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ തിരിച്ചറിയൽ കാർഡുകൾ ഒറ്റ ഫയലായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം. Prepare the identity cards for the students who are going to participate in the State School Arts Festival using the mail merge facility in LibreOffice Writer. The details of the children are given in the file students.ods and the sample ID card is given in the file id-card.ott in the folder exam documents in home. Include the student's name, class, division and item to attend from students.ods into this file using the mail merge technique. Save the prepared ID card as a single file in the folder exam in home with your register number _ question number as the file name. ആദ്യം തുറക്കേണ്ടത് .ott ഫയലാണ്. അതിനുവേണ്ടി ഹോം തുറക്കുന്നു. ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലാണ് ഫയൽ ഉള്ളത്. അത് തുറക്കുന്നു. id-card.ott എന്ന ഫയൽ ഇതാണ്, അത് തുറക്കുന്നു. ഇനി ODS ഫയൽ തുറക്കുന്നത് ഇൻസെർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ്. ഇൻസെർട്ടിൽ ഫീൽഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. അതിൽ മോർ ഫീൽഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡാറ്റാബേസ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇടതുവശത്ത് ഇവിടെ മെയിൽ മെർജ് ഫീൽഡ്സ് എന്നതും സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ തിരയുന്നു. ഹോം സെലക്ട് ചെയ്യുന്നു. അതിൽ എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുന്നു. നമുക്ക് വേണ്ട students.ods എന്ന ഫയൽ തുറക്കുന്നു. സ്റ്റുഡൻസ് എന്നതിന് ഇടതുവശത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഷീറ്റിന് ഇടതുവശത്തുള്ള ആരോ മാർക്കിലും ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആവശ്യമായ ഫീൽഡുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയിം എന്നതിൽ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫീൽഡിൽ നെയിം എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ക്ലാസ്സിൽ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുന്നു. ക്ലാസ് എന്ന ഫീൽഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അഡ്മിഷൻ നമ്പറിൽ മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യുന്നു. വേണ്ട ഫീൽഡ് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തും ഫീൽഡുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഐറ്റം എന്നതുകൂടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്യുന്നു. ഫയൽ നമുക്കിനി സേവ് ചെയ്യാം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ yes എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫയൽ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി OK എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. എക്സാം സെലക്ട് ചെയ്യുന്നു. നെയിം എന്നതിൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുന്നു. സേവ് ചെയ്യുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ എക്സാം തുറന്നു നോക്കാം. ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാം എന്ന ഫോൾഡർ തുറക്കുന്നു. സേവ് ചെയ്ത OTT ഫയൽ തുറക്കുന്നു. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 21 പേർക്കുള്ള ഐഡന്റിറ്റി കാർഡ് സേവ് ചെയ്യപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാം.